ഹലോ, 2 ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. എന്തോ ഒരു മടിയായിരുന്നു. വീഡിയോസൊക്കെ കൃത്യമായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എടുത്ത പകുതിയാകുമ്പോഴത്തേക്കും അത് അവിടെ വെച്ചങ്ങ് നിർത്തും. ഒന്നെങ്കിലും മറന്നു പോവും, ചില സമയം ക്യാമറ ഓൺ ചെയ്യാൻ മറന്നു പോവും. എല്ലാ സംഭവം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും എനിക്ക് ഓൺ ചെയ്തില്ലല്ലോ എന്ന് ഓർമ്മ വന്നു. അങ്ങനെ എന്തൊക്കെയോ ഇതായിരുന്നു. അപ്പോൾ എനിക്കങ്ങ് മനസ്സങ്ങ് ഭയങ്കരമായിട്ട് മടുത്തൊരു കുഞ്ഞു മടിച്ചിയായിട്ട് മാറി 2 ദിവസത്തേക്ക്. പിന്നെന്താ, വീണ്ടും ഇങ്ങനെ ആളുകൾ ചോദിക്കാൻ തുടങ്ങി, വീഡിയോസൊന്നും കാണാനില്ലല്ലോ എന്ന് നേരിട്ട് കാണുമ്പോൾ ചോദിക്കുന്നു. അപ്പം ഞാൻ എന്നെ വിശ്വസിച്ചാണ് കുറച്ച് പേരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും വീഡിയോസ് കൃത്യമായിട്ടിടണം. അപ്പോൾ ഇന്ന് തൊട്ട് രാവിലെ വീണ്ടും കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലെ നല്ല വെയിലാണ്, സൂര്യൻ നല്ല വെട്ടി വെളുത്ത് നിൽപ്പുണ്ട്. ഇനി ഇത് എത്ര നേരത്തേക്കാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും സാമ്പാറുമാണ്. ഞങ്ങൾക്ക് ദോശ, ഇഡ്ഡലി, സാമ്പാർ. ഇതിനേക്കാളൊക്കെ എനിക്ക് കൂടുതലിഷ്ടം അപ്പം, സാമ്പാർ. നമ്മൾ ഈ അപ്പത്തിൻ്റെ കൂടെ സാമ്പാർ, മറ്റു കറികളും ടേസ്റ്റാണ്, പക്ഷെ സാമ്പാർ നല്ല രുചിയാണ്. പിന്നെ ഈ പൊറോട്ടേൻ്റെ കൂടെ എനിക്ക് സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്. നന്നായിട്ട് മുരിഞ്ഞ പൊറോട്ടയും സാമ്പാറും അത് കഴിച്ച് നോക്കണം. അത് കഴിക്കുമ്പോൾ അതിൻ്റെ ഇതും മനസ്സിലാകത്തുള്ളൂ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് അതാണ്. പിന്നെ നേരെ റംസാൻ്റെ ലഞ്ചൊക്കെ ഒന്ന് സെറ്റാക്കി. റംസാൻ ഇന്ന് ലഞ്ചിന് കൊടുത്തു വിടുന്നത് ചോറും മീൻ കറിയും മീൻ പൊരിച്ചതുമാണ്. സ്നാക്സായിട്ട് ചിപ്സാണ് കൊടുത്തു വിടുന്നത്. പിന്നെ കുറച്ച് വെള്ളം ഇപ്പോൾ പോയതുപോലെ തിരിച്ചു വരുന്നുണ്ട്. ഏകദേശം കുറച്ചൊക്കെ കുടിക്കുന്നുള്ളൂ. ബോട്ടിലൊന്ന് മാറ്റിയായിരുന്നു, ഇത് അല്പം വലുതാണെന്നാണ് തോന്നുന്നത്. പിന്നെ നേരെ റംസാനെ വിളിച്ചുണർത്തി. റിദാൻ എൻ്റെ കൂടെ രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു. അവന് വേറെ പ്രശ്നമൊന്നുമില്ല, ഞാൻ എണീറ്റ് എൻ്റെ കൂടെ ആയിരിക്കും. പക്ഷേ റംസാൻ അങ്ങനെയല്ല, ചുരുണ്ട് കൂടി കിടക്കും, എത്ര വിളിച്ചാലും എണീക്കില്ല. ഞാനങ്ങനെ അനിയൻ ഇന്ന് ദൗത്യം കൊടുത്തു, ചേട്ടച്ചാര ഉണർത്താൻ വേണ്ടി. അവൻ തന്നെ പോയിരുന്ന് വണ്ടി കളിച്ചും അടിച്ചും വിളിച്ചും ഒക്കെ ഉണർത്തിക്കൊണ്ട് വന്നു. പിന്നെ 2 പേരെ രാവിലെ തന്നെ കുളിപ്പിച്ചു. റംസാനെ കുളിപ്പിക്കുമ്പോൾ റിദാനെ കുളിപ്പിക്കാറില്ല ഇത്ര രാവിലെ. ഇന്ന് റിദാനും ഭയങ്കര വാശിയായിരുന്നു ഇക്കച്ചിയുടെ കൂടെ കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കരുതി രാവിലെ ആ ജോലിയങ്ങ് ഒതുങ്ങല്ലോ എന്ന് വിചാരിച്ചിട്ട് 2 പേരെ അങ്ങോട്ട് കുളിപ്പിച്ചു, സെറ്റാക്കി എടുത്തു. പിന്നെ അവൾക്ക് കുറച്ച് സമയം അങ്ങോട്ട് കൊടുത്തു കളിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്നും 8:30 പറഞ്ഞ ബസ്സിൽ നിന്ന് 9:45 വരെ ആയി വരാൻ വേണ്ടിയിട്ട്. ആ സമയം ഇന്ന് അവർക്ക് കളിയായിരുന്നു. പിന്നെ ബസ് വന്നു, ഇക്കച്ചിയെ കൊണ്ടാക്കിയിട്ട് വന്ന് ഞാനും റിദാൻകുട്ടനും കൂടെ നല്ല അടിപൊളിയായിട്ട് അപ്പം സാമ്പാറൊക്കെ കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ടാറ്റ ബൈ ബൈ, സീ യു.